ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തമൂത്ത് പണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാടുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഇല്ല, ഇതൊക്കെ കേൾക്കണ ഷവായന്റെ അവസ്ഥ എന്താ? കാരണം ഷവായ ഇത് കേട്ടിട്ട് ഓടി ഒളിച്ച് രാജ്യം വിട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിൽ കൂടെ ഇറങ്ങിയിട്ടേ ഷവർമ്മി ഷവായ കിട്ടുന്ന കടി കൂടെ ഒന്ന് പോയോക്കി. ചിലപ്പോൾ ഷവായ ഉണ്ടാവില്ല. കാരണം ഷവർമ്മ എന്നോ പേടിച്ചോടി, ഷവായ ഇപ്പൊ 2 ദിവസം മുമ്പ് പേടിച്ചോടി എന്നാ കേട്ടത്. അല്ലാതെ ഈ ചെങ്ങായിയോടൊക്കെ എന്താ പറയാ? ഏലുകളും ചിന്തിച്ചു പോയിക്കാണി ഓരോ കടയുടെ മുമ്പിലും ഇങ്ങനെ കറങ്ങണ ഷവർമ്മ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ. ആ വരുന്നത് ഹിന്ദുവാണ്, ഓൻ എന്തായാലും ഞാനൊന്ന് കൊല്ലും. ആ വരുന്നത് മുസ്ലിമാണ്, ആ വരുന്നത് ക്രിസ്ത്യാനിയാണ്, ഞാൻ അവനെ കൊല്ലൂല. എന്ത് പൊട്ടത്തര ചെങ്ങായെ വിളിച്ചു പറയരുത് ചെയ്യടാ. ഓന്റെ നാട്ടിലോ അതല്ലെങ്കിൽ ഓന്റെ അയൽവാസിയോ ഓന്റെ പരിസരത്തോ ഓന്റെ എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലും നിൽക്കണ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. ഇനി ദൂരത്തുള്ളവരാണെങ്കിൽ ഞാൻ എണ്ണ പൈസ വിട്ടുതരാം, ഒന്ന് പോയി പറഞ്ഞു കൊടുക്കും. ഷവർമ്മ എന്നുള്ളതൊരു ഭക്ഷണ വിഭവമാണ്. ടർക്കിഷ് വേർഡായ സെവർമ എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് ഷവർമ്മ എന്നുള്ള വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ടു ടേൺ അല്ലെങ്കിൽ ഓർ റൊട്ടാറ്റ്, തിരിയുക, കറങ്ങുക എന്നുള്ള അർത്ഥമുള്ള ടർക്കിഷ് വേർഡായ സെവർമ എന്നുള്ള വേർഡിൽ നിന്നാണ് ഷവർമ്മ എന്നുള്ള വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, വൈകാതെ തന്നെ ഒരു പുതിയ ബില്ലും പാസ്സാവുന്ന ഉറപ്പാണ്. ഷവർമ്മ ബില്ല്, ഷവർമ്മ നിരോധിത ബില്ല്. അപ്പൊ ഷവർമ്മ അത്രക്കും ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണിയും പോയി വാണ്ടത്ര തിന്നോണി. അതേപോലെ ഷവർമ്മ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോണി. ഷവായ രാജ്യം കടന്ന് എവിടെയോ എത്തിക്കണോ. ഷവർമ്മ 2 ദിവസം പാടെ ഇവിടെ ഉണ്ടാവും എന്നാണ് അറിയിച്ചത്. അപ്പൊ മറക്കണ്ട ഇൻഷാ